ബോച്ചെ സംഭവബഹുലം ജീവിതം. ഒടുക്കം ഒട്ടും പ്രതീക്ഷിക്കാതെ ജയിലിലേക്ക്, അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. ബോച്ചെ എന്ന രണ്ടക്ഷരം ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഗിന്നസ് റെക്കോർഡിലൂടെ ലോകമൊട്ടുക്കും തന്നെ എത്തിപ്പെട്ടു. ഞാൻ ആദ്യമായി ബോബി ചെമ്മണ്ണൂരിനെ കാണുന്നത് കോഴിക്കോട് ദേവഗിരി സെൻറ് ജോസഫ് കോളേജിൽ പഠിക്കുമ്പോഴാണ്. അന്ന് അദ്ദേഹം യങ് ബിസിനസ്മാൻ അവാർഡ് കിട്ടിയ ആൾ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. പിന്നീടാണ് അദ്ദേഹം ബിസിനസ്സിൽ നിന്നും ജീവകാരുണ്യം മേഖലയിലേക്കും മറ്റു പല മേഖലകളിലേക്കും എത്തിപ്പെടുന്നത്. പിന്നീട് കേരളം ആ മനുഷ്യനെ സ്നേഹത്തോടെ വിളിച്ചു ബോച്ചെ. ഫുട്ബോൾ ഇതിഹാസം മറഡോണയോടൊപ്പം ഫുട്ബോൾ കളിക്കാരനായി. റോൾസ് റോയ്സിൽ രാജാവിനെപ്പോലെ സാധാരണക്കാരെയും യാത്ര നടത്തി. 812 കിലോമീറ്റർ ഓടി ഗിന്നസിലും സ്ഥാനം പിടിച്ചു. കേരളത്തിലെ വേദികളെയെല്ലാം തൻ്റെ ശരീരഭാഷ കൊണ്ട് കുലുക്കി ചിരിപ്പിച്ചു. അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ധൂർത്തിൻ്റെയും കേരളീയ പരിസരങ്ങളിൽ അദ്ദേഹം നിഷ്കളങ്കനായ കുട്ടിയായി. പാൻസും കോട്ടും സൂട്ടും അദ്ദേഹം എന്നോ ഉപേക്ഷിച്ചു. വരുമാനത്തിൻ്റെ ഒരു പങ്ക് അദ്ദേഹം പാവങ്ങൾക്കായി മാറ്റിവെച്ചു. സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട്ടുകാരൻ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ് അവസാനം അദ്ദേഹം സജീവമായത്. അത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ആവോളം വർദ്ധിപ്പിച്ചു. ഒടുക്കം ഒട്ടും പ്രതീക്ഷിക്കാതെ, ജാമ്യം പോലും കിട്ടാതെ ജയിലിലേക്ക്. മിസ്റ്റർ ബോച്ചെ, ആകസ്മികമായിട്ടുള്ള അങ്ങയുടെ ഈ ജയിൽവാസം ഫാൻസിന് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ്. ആറാം വയസ്സിൽ അച്ഛൻ്റെ കാറിൻ്റെ ചാവി അദ്ദേഹം അറിയാതെ എടുത്തു കാർ ഓടിച്ചു ഡ്രൈവിംഗ് തുടങ്ങിയ ബോബി, റോൾസ് റോയ്സ് ഫാൻറ്റം ഏറ്റവും കുറഞ്ഞ റേറ്റായ ദിവസം 25,000 എന്ന റെൻ്റ് വെച്ചു വാടകയ്ക്ക് നൽകി സാധാരണക്കാരെയും ലക്ഷറി ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതം നിറം പിടിപ്പിച്ചതോടൊപ്പം വിവാദത്തിൻ്റേതുമായിരുന്നു. ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലൂടെ പാവങ്ങൾക്ക് അദ്ദേഹം സൗജന്യമായി ഭക്ഷണവും താമസവും ആംബുലൻസ് സൗകര്യവും ഒരുക്കി. 1863 മുതൽ ഗോൾഡ് ജ്വല്ലറി ബിസിനസ് രംഗത്തുള്ള തൃശ്ശൂരിലെ പ്രശസ്തമായ ചെമ്മണ്ണൂർ ഫാമിലിയിലാണ് ദേവസിക്കുട്ടി ബോബിയുടെ ജനനം. തൃശ്ശൂരിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബാംഗ്ലൂരിൽ നിന്നും കൊമേഴ്സിൽ ഉപരിപഠനം. 1980 മുതൽ ഗോൾഡ് ബിസിനസ്സിൽ സജീവമായി. 2007 ചെമ്മണ്ണൂർ ഗോൾഡ് പാലസ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് സ്ഥാപിച്ചു. ഇപ്പോൾ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന പേരിൽ 4 വൻകരകളിലായി വ്യാപിച്ചു കിടക്കുന്നു. പുതുവ്യാപാരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഗോൾഡ് ഓൺ വീൽസ് നടപ്പാക്കി. അതേ തന്ത്രത്തിൻ്റെ ഭാഗമായി അർജന്റീനൻ ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. മുണ്ടും ഷോർട്ട് സ്ലീവ്ഡ് ഷർട്ടും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ ഭാഗമായി. വർഷങ്ങളായി ഈ വേഷത്തിൽ മാത്രമേ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുള്ളൂ. ജയിലിൽ അദ്ദേഹത്തിന് ഈ വേഷം കിട്ടിയിട്ടുണ്ടാകുമോ, അതോ അദ്ദേഹത്തിന് അത് മാറ്റേണ്ടി വന്നിട്ടുണ്ടാകുമോ? മറുപടി അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വർണത്തിന് പുറമെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ റിയൽ എസ്റ്റേറ്റ്, ഇ കൊമേഴ്സ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു.
ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ഉണ്ടാക്കാനായി ഏപ്രിൽ 2014 അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 812 കിലോമീറ്റർ മാരത്തോൺ നടത്തി ഗിന്നസ് റെക്കോർഡ് ജേതാവായി. മലയാളി അദ്ദേഹത്തെ ബോച്ചെ എന്ന 2 അക്ഷരം കൊണ്ട് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തി അധിക്ഷേപിച്ചു വന്ന ചലച്ചിത്ര താരം ഹണി റോസിൻ്റെ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നടിയുടെ പരാതിയിൽ കേസെടുത്ത് മണിക്കൂറുകൾക്കകം വയനാട് മേപ്പാടിയിൽ നിന്നാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. ബോബിക്കൊപ്പം ഹണി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങുകൾ, ബോബിയുടെ അഭിമുഖങ്ങൾ എന്നിവ അന്വേഷണ സംഘം ശേഖരിച്ചു. ഒപ്പം ഹണി റോസിനെതിരെ നവമാധ്യമങ്ങളിൽ അശ്ലീല കമന്റിട്ടവരുടെ വിവരങ്ങളും ശേഖരിച്ചു. സ്ത്രീകൾക്കു നേരെ അശ്ലീല പരാമർശം നടത്തുക, അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു അശ്ലീല പരാമർശം. മറ്റൊരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചെങ്കിലും ഹണി നിരസിച്ചു. ഇതോടെ തുടർച്ചയായി ബോബി മോശം പരാമർശം നടത്തിയെന്നും ഹണിയുടെ പരാതിയിലുണ്ട്. ബോബിയിൽ നിന്ന് അശ്ലീല പരാമർശമുണ്ടായെന്നും പ്രഥമദൃഷ്ട്യാ കുറ്റം ചെയ്തെന്നും കോടതി നിരീക്ഷിച്ചു. ബിസിനസ് സാമ്രാജ്യവും സമൂഹത്തിൽ ഉന്നത സ്വാധീനവുമുള്ള പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കാരണങ്ങളാൽ കഴിഞ്ഞ തവണ ജാമ്യം നിഷേധിക്കപ്പെട്ടു. ജാമ്യം അനുവദിക്കുന്നത് സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ തവണ ജാമ്യം നിഷേധിച്ചപ്പോൾ കോടതിക്കുള്ളിൽ തളർന്നു വീഴുന്ന അവസ്ഥയും ഉണ്ടായി. ഒടുക്കം ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കൂടുതൽ ഉന്മേഷത്തോടെ അദ്ദേഹം ഇനിയും നമുക്കിടയിൽ ഉണ്ടാവുമോ? കാലം അദ്ദേഹത്തിന് കാത്തുവച്ചതെന്ത്? നമുക്ക് കാത്തിരുന്ന് കാണാം.